ബിഗ് ബോസിലെ ഒരു മികച്ച കളിക്കാരി തന്നെയാണ് അനു. നമ്മൾ വിചാരിക്കും അവർ വല്ലാതെ വൈകാരികമായ പ്രകടനങ്ങളോടുകൂടി കരയുന്നു, പ്രതികരിക്കുന്നു എന്നൊക്കെ. പക്ഷേ വളരെ തന്ത്രപരമായ നീക്കങ്ങൾ പലപ്പോഴും അനുവിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവാറുണ്ട്. നമ്മളത് ശ്രദ്ധിക്കുന്നില്ല എന്ന് മാത്രം. അത്ര തന്മയത്വത്തോടു കൂടിയാണ് അനു ഇത് ചെയ്യുന്നത്. ഒന്ന്, ആദിലയുമായുള്ള പിണക്കം തന്നെ. ആദില നൂറയ്ക്കുള്ള ഒരു പ്രധാന എതിരാളിയായ അനുവിനെ അടിച്ചിടാൻ വേണ്ടിയാണ് അന്ന് അടുക്കളയിലെ ആ കലഹം ആരംഭിക്കുന്നതെന്ന് അരിയാഹാരം കഴിക്കുന്ന ഒരാൾക്ക് മനസ്സിലാക്കാനാവും. അനുവിനത് കൃത്യമായി മനസ്സിലാവുകയും അതേ നാണയത്തിൽ തന്നെ അനു തിരിച്ചടിക്കുകയും ചെയ്യുന്നു. അനുവിന് ആദിലയെയും നൂറയെയും വളരെ ഇഷ്ടമാണ്. അഗാധമായ ഒരു ഇഷ്ടം അവരുടെ ഉള്ളിലുണ്ട്. ആ ഇഷ്ടം നിലനിർത്തിക്കൊണ്ട് തന്നെ ആദിലയുടെ ആ തന്ത്രപരമായ നീക്കം അനു തിരിച്ചറിയുകയും ശക്തിയിൽ തന്നെ റിയാക്ട് ചെയ്യുകയും തന്ത്രപൂർവ്വം ആ പിണക്കം കുറച്ച് നാളുകൾ നീട്ടിവെക്കുകയും ചെയ്തു. സാധാരണ വിചാരിച്ചതുപോലെ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് വന്ന് മിണ്ടാമെന്ന് വിചാരിച്ച ആദിലയെ ഞെട്ടിക്കും വിധം അനു പെരുമാറി. കാരണം അനുവിൻ്റെ ഹെയ്റ്റുള്ള ഒരാൾ ഈ ആഴ്ച പുറത്തു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നിവിനായിരുന്നു ആ സാധ്യത ഉണ്ടായിരുന്നത്. പക്ഷേ അനുവിനെ പോലെ തന്നെ തന്ത്രശാലിയായ നിവിൻ അനുവുമായി വലിയ ലോക്യത്തിലാവുകയും അനുവിൻ്റെ ഫാൻസിൻ്റെ വോട്ടുകൾ തനിക്ക് എതിരാകാതെ നോക്കുകയും ചെയ്തു. അപ്പോൾ തീർച്ചയായും ആദിലക്കാണ് ആദ്യം നറുക്ക് വീഴുക. പിന്നെ വീഴാനുള്ളത് അക്ബറിനാണ്. അക്ബറിന് നല്ല ഫോളോവേഴ്സ് ഉള്ളതുകൊണ്ട് അക്ബർ പുറത്താകാനും സാധ്യത കുറവാണ്. ആദ്യത്തെ കണ്ടസ്റ്റൻ്റ് എന്ന് പറയുന്നത് ആദിലയായിരിക്കും. അനുവിൻ്റെയും അക്ബറിൻ്റെയും ഷാനവാസിൻ്റെയും ഒക്കെ ഫോളോവേഴ്സ് അവിടെ വെച്ച ബലിമൃഗമാണ്. എല്ലാവർക്കും കളിയാക്കാൻ പറ്റുന്ന നമ്മുടെ സാബുമോൻ. വോട്ടിങ്ങിൻ്റെ സമയം വരെ അനു ആദിലയുമായി മിണ്ടാത്തതും അതുകൊണ്ട് തന്നെയാണ്. അതിനു മുമ്പ് തന്നെ നിങ്ങളോട് പിണക്കമില്ല എന്ന് കാണിക്കാൻ നൂറയോട് പെരുമാറിയതും വളരെ തന്ത്രപൂർവ്വം തന്നെ. ഈ നിരീക്ഷണങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ, നിരീക്ഷണങ്ങൾ സത്യസന്ധമാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സ്നേഹപൂർവ്വം ഹോട്ട് തോട്ട്സ്.